തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്താണ് ഹസ്ബൻഡും വൈഫും കൂടി ഭയങ്കര ഒരു ചിന്ത. ഒരു കുഞ്ഞിക്കാല് കാണാൻ അടുത്ത വഴിപാട് എന്താന്ന് ആലോചിക്കാണോ? ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിന്നെ ഞങ്ങൾ സ്വന്തം മകളായിട്ടാ കാണുന്നത്. ആഹാ, ഇതെന്താ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ വർത്താനം പറയുന്ന ഏട്ടന്റെ നാവിന്ന് ഒരു കട്ട ശോകം ഡയലോഗ്. ഞങ്ങൾ പറയുന്നതെല്ലാം നിനക്ക് ഡയലോഗുകൾ മാത്രമാ. അല്ലെങ്കിലും ഏടത്തിയമ്മ എത്ര ശ്രമിച്ചാലും അമ്മയാവില്ലല്ലോ. ഇതെന്താ വാളു ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിങ്ങൾക്കത് ഫീൽ ചെയ്തോ? ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിന്റെ തമാശകൾ കൊണ്ടല്ല, മറിച്ച് നിന്റെ ഈ സ്വഭാവം കൊണ്ടാ. ജീവിതത്തിൽ നിനക്കൊരു ലക്ഷ്യമില്ലാത്തതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിന്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫറായി ഇവിടേക്ക് വന്നപ്പോൾ നിന്നെ ഞങ്ങൾ PSC കോച്ചിങ്ങിന് ചേർത്തു. അത് പഠിച്ചൊരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട. പക്ഷെ ധ്വനി, നീ ഒന്നും പഠിക്കുന്നില്ല. PSC വിളിക്കുന്ന ആപ്ലിക്കേഷനുകൾക്കൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എത്രയും വേഗം നിന്നെ കല്യാണം കഴിപ്പിക്കാം. കല്യാണം കഴിക്കാനും ഇവിടെ ഒരു കോടീശ്വരനെ അന്വേഷിക്കുന്നത് പുഴുങ്കമ്പിൽ പിടിക്കാൻ മോഹിച്ച് വല്ല അബദ്ധത്തിലും ചെന്ന് ചാടുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അല്ല, നിനക്കൊരു ചെറുപ്പക്കാരൻ ഇഷ്ടമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അയാൾ സീരിയസ് ആണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരാം. പക്ഷെ അതിന് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ആ പയ്യന്റെ അഡ്രസ്സ് തന്നാ അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് ഈ വിവാഹം നടത്താം. ഞാൻ അർജുനുമായി ഇക്കാര്യം ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്തിനാത് താമസിപ്പിക്കുന്ന? രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ. അതിലൊരാൾക്ക് മറ്റേയാളോട് ഫ്രണ്ട്ഷിപ്പിന് അപ്പുറമുള്ള ഇഷ്ടം തോന്നിയ അത് തുറന്നു പറയാൻ എന്താ തടസ്സം? നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പ്രപ്പോസ് ചെയ്യാൻ എന്തെങ്കിലും ചമ്മലുണ്ടെങ്കിൽ ഞങ്ങള് വീട്ടുകാർ തമ്മിൽ ആലോചിച്ചിട്ട് കല്യാണം നടത്തി തരാം. ഇപ്പൊ വേണ്ട ഏട്ടൻ, എനിക്ക് കുറച്ചുകൂടി സമയം തരണം. ശരി, നിനക്ക് എത്ര സമയം വേണം? അർജുനെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ അവനെക്കുറിച്ച് ശില്പയോട് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവളെ ഫോണിൽ കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ അർജുനുമായി സംസാരിക്കാം. അത് കഴിഞ്ഞ് ആലോചന ഒഫീഷ്യലാക്കിയാൽ മതി. ശരി, മാക്സിമം ഒരാഴ്ച കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ എനിക്ക് നിന്റെ തീരുമാനം അറിയണം. നമ്മുടെ ഡ്രാമ ഏറ്റു. അനുപെണ്ണ് ഇത്തിരി ഗൗരവത്തെ സംസാരിച്ചോടെ അവളൊന്ന് പതറി. ഇനി അവൾക്ക് ആ പയ്യനായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഈ ആക്ടിങ്ങിലും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ പണ്ടേ ഞാൻ പുലിയ. നീ ചളവാക്കോന്നായിരുന്നു എന്റെ പേടി. ഏടത്തിയമ്മ അമ്മയാവില്ലല്ലോ എന്നുള്ള ക്ലീഷ ഡയലോഗ് ഇല്ലേ, അത് കേട്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ പേടിച്ചു പോയി. ഒരു കംപ്ലീറ്റ് ആക്ടർ നിൽക്കുന്നു. അനുപേന്റെ കളി നന്നായി അഭിനയിച്ചത് ഞാനാ. പോരാത്തന്നെ ഈ നാടകത്തിന്റെ തിരക്കഥ എഴുതിയതാരാ? ഞാൻ. ഓ, സമ്മതിച്ചേ. ബുദ്ധി മുഴുവൻ നിന്റെ തന്നെ. അതെ, ഇനി അവളെ വിടാതെ പിടിച്ചോണം. വെറുതെ ഒരു സാങ്കല്പിക കോട്ട കെട്ടി അതിൽ കഴിയാൻ അവൾ അനുവദിക്കരുത്. അത് ഞാൻ ഏറ്റു. ഒന്നുകിൽ അർജുനുമായിട്ട് കല്യാണം, ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആലോചന കൊണ്ടുവരുന്നു. അത്ര അർജുൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയാ. ഈ അവസ്ഥയിൽ അവനെ പ്രപ്പോസ് ചെയ്താ അത് അബദ്ധാവോ? കാശുള്ളവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈൽ സൂക്ഷിക്കാൻ അറിയാം. അങ്ങനെയുള്ളൊരാള് നിന്നെ എളുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അവർക്ക് അവരുടെ റേഞ്ചിലുള്ള ആളുകളെ വേറെ കിട്ടും. പിന്നെ കാശാരെന്ന് നീ കരുതുന്ന ആള് അങ്ങനെ ആവണമെന്നുമില്ല. ശില്പ പറഞ്ഞ ആ വാക്കുകൾക്ക് ഒരു പ്രവചനത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നോ? അർജുനെ ഒന്ന് കണ്ട് എല്ലാം തുറന്ന് സംസാരിക്കണം. പ്രപ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് അത് കഴിഞ്ഞ് തീരുമാനിക്കാം.
ഞാൻ സ്നേഹിക്കുന്നത് അർജുനെയല്ല, അവനിലെ കോടീശ്വരനെയാ. എന്തായാലും അവനൊന്ന് വിളിക്കാം. അർജുൻ, അർജുൻ, ഏട്ടൻ ബാത്റൂമിൽ അതിന്റെ ഹലോ, ആരാ? ആ, ഞാൻ അർജുന്റെ ഒരു ഫ്രണ്ടാ. അർജുനൊന്ന് ഫോൺ കൊടുക്കോ? അവൻ കക്കൂസിലാണല്ലോ. കൊച്ചു കുറച്ചു നേരം കഴിഞ്ഞു വിളിക്കും. ഓക്കെ ഓക്കെ. ആരാ ഫോൺ എടുത്തേ? സെർവന്റ് ആണോ? വേലക്കാരനല്ലടി, ഞാനവന്റെ തന്തയാ, ശ്രീധരൻ. ആ, അയ്യോ സോറി അങ്കിൾ, ഞാൻ അറിഞ്ഞില്ല. ഡാഡിയെ കുറിച്ച് അർജുൻ എപ്പോഴും പറയും. ഡാഡിയെ കുറിച്ച് വലിയ അഭിമാനം അവന്. അല്ല, അവൻ എന്നെ കുറിച്ച് എന്തൊക്കെയാ കൊച്ചിനോട് പറഞ്ഞിരിക്കുന്നത്? അത് ഡാഡി വലിയ ബിസിനസ്സുകാരനും ഒരു മനുഷ്യ സ്നേഹിയും കലാകാരനും ഒക്കെയാണെന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അർജുന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞല്ലോ. കൊച്ചിന്റെ പേരെന്താ? അർജുൻ എന്നെ കുറിച്ച് അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. ധ്വനിന്ന എന്റെ പേര്. പനിയോ? അത് പേരല്ലല്ലോ, മനുഷ്യന്മാർക്ക് വരുന്ന ഒരു അസുഖല്ലേ. വേഗം ചെന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങിച്ചില്ലെങ്കിലേ ഏട്ടന്റെ കംപ്ലീറ്റ് തള്ളും പൊളിയും. ഈശ്വര, ആ പനിയാക്കി പനി. നീ ഒന്നും മിണ്ടാതിരിക്കടാ. എടാ, എന്നെ കുറിച്ച് നല്ലതൊക്കെ പറയുന്നടാ. ആ പെണ്ണിനെ ആള് തെറ്റിയാന്നേ. അച്ഛന് ചുമ്മാരുതേ. ധ്വനി എന്താ വിളിച്ചേ? ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. നിങ്ങളൊക്കെ ടോയ്ലറ്റ് ഇരുന്നാണോ ഫുഡ് കഴിക്കുന്നേ? എന്നെ കുറിച്ച് ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അർജുൻ പറഞ്ഞത്? എന്നിട്ട് ഒട്ടും കൾച്ചർ ഇല്ലാത്ത പോലെ അങ്കിൾ എന്നോട് സംസാരിച്ചത്. ഡാഡി എന്തെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഡാഡിയുടെ വെറും നമ്പറാ. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കുണ്ടായി. തൊഴിലാളികളുടെ ബോണസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം. കുറഞ്ഞ ബോണസ് 10,000 മതിയെന്ന് ഡാഡി, ഏറ്റവും കുറഞ്ഞത് ഒരു 25,000 വേണമെന്ന് ഞാൻ. ഒടുവിൽ എനിക്ക് ഡാഡിയോട് ഇത്തിരി മോശമായിട്ട് സംസാരിക്കേണ്ടി വന്നു. താൻ വിളിച്ചപ്പോ ഡാഡി അതിന് പകരം വീട്ടിയതാ. ഈ പറയുന്നൊക്കെ സത്യം തന്നെയാണോ? സത്യം. ആ നോക്കൂ,